പക്ഷേ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് എത്ര നാള് പോകും. നിങ്ങൾ കണ്ടുപോയിക്കോ ഞങ്ങൾ എങ്ങനെ ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരാൾക്കെങ്കിലും ജലസ് അടിപ്പിക്കും. അത്രയാണ്. അതേപോലെ ഞങ്ങൾ അടിച്ച് പൊളിച്ചാൽ അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും ഇപ്പൊ ഇൻസ്റ്റ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. അത് എന്ത് ഇപ്പൊ പൊട്ടാനും ഫോൺ വേണ്ട എനിക്ക്. എടാ പോടാ പോ. നീ ഇത് എന്തുവാ തള്ളി മറിക്കുന്നത്? ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ വന്ന ഇന്റർവ്യൂ മൊത്തം തള്ളലും ഇവന്റെ വട്ടി ഷോയും എല്ലാം മാത്രമേ എനിക്കവിടെ കാണാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. നന്നൂസ് ആൻഡ് സഞ്ജു ടെക്കി ആണ് നമ്മൾ വിഷയം പറഞ്ഞു വന്നത്. എൻ്റെ മോനെ നീ വണ്ടേ ഉടായിപ്പാടാ എന്ന് പറയുന്ന വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സഞ്ജു ടെക്കി. എന്തുകൊണ്ട് നീ മാത്രം ഇങ്ങനെ ഉടായ്പകളുടെ ലോകത്തൂടെ ഇങ്ങനെ കിങ് ലെയർ ആയിട്ട് കളിച്ച് തിരിച്ച് മറിഞ്ഞ് ഉരുണ്ട് പെരണ്ട് ഞരങ്ങി നാട്ടുകാരെയും പറ്റിച്ച് നടക്കുന്നതല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നാട്ടുകാരെന്തിന് കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെ വരെ പറ്റിച്ച് നടക്കുന്നു എന്ന് മാത്രമേ എനിക്കിത് വീണ്ടും പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മസ്താനി വേഷ ഊക്കി വിടുന്നുണ്ട് സഞ്ജുവിനെ. നന്നായിട്ട് ഊക്കി വിടുന്നുണ്ട്. അവനത് ആവശ്യം തന്നെയാണ്. എന്നിട്ട് ഊക്കളികളും എല്ലാം ഏറ്റുവാങ്ങിയിട്ടും തള്ളി മറിക്കുകയാണ് സഞ്ജു ടെക്കി. അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം ഒരു അരുവേന്ന്. ഹായ് ഗായ്സ്, ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെ കോണ്ടന്റ് കിങ്സ് ആണ്. മില്യൺ കപ്പിൾസ് ആണ്. ഇവരുടെ വീഡിയോസ് ഇപ്പം ഭയങ്കര മസ്താനി ഒരു അലങ്കാരത്തിന് ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാണ് ഇന്റർവ്യൂല്ലേ, ഒരു ഗുമ്മൊക്കെ വേണം എന്ന് വെച്ചിട്ടാണ് മസ്താനി അത് പറയുന്നത്. പക്ഷേ കണ്ടന്റ് കിങ് യവൻ, നാട്ടുകാരെ മൊത്തം പറ്റിക്കണ യവൻ കണ്ടന്റ് കിങ്. പണ്ട് കുറെ ആൾക്കാരുടെ കുറുക്കിൽ കൊണ്ട് പൈസ അടിച്ചിട്ട് ഒട്ടിച്ചിട്ടൊക്കെ പോണ ഒരു ഉടായ്പ പരിപാടി അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ പോയിട്ട് കണ്ടന്റ് കിങ് മസ്താനി ആവർത്തിക്കരുത്. വേറെ ആരെ വേണോ പറഞ്ഞു അവനെ പറയരുത്. ഓക്കെ, ബാക്കിയേക്കാം. എല്ലാം നശിപ്പിച്ചു. സഞ്ജു ടെക്കി നമ്മുടെ കൂടെ എന്തുവാടേ കിടന്ന് അലറണത്? പണ്ടൊരുത്ത അലറി അവൻ എയറിൽ പോയി. പിന്നെ അവൻ കുറെ കാലം കഴിഞ്ഞിട്ടും താഴെ ഇറങ്ങിയില്ല. ഇപ്പം നിലം പതിച്ച് കിടക്കുകയാണ്. നീ വാ തുറന്ന നീയും അലറലാണ്. നിനക്കും പരിസര ബോധവും ഇല്ല, ഒന്നുമില്ലാതെ കിടന്ന് അലറലും കാറലും വിളിയും ബഹളവും ഒക്കെ തന്നെ നിനക്ക്. എന്തുവാടേ ഇതൊക്കെ? എന്തുവാടേ? ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണത് ഒന്നും മനസ്സിലാവണമല്ലോ. രണ്ടും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാറി വിളിക്കുന്നു. ഇതാണല്ലേ നീ പറഞ്ഞ സെയിം വൈബ്? കൊള്ളാടാ, നടക്കട്ടെ, സൂപ്പർ വൈബ്. ബാക്കിയൊക്കെ ഞങ്ങൾ കണക്ട് ആവുന്ന ഒരു കെമിസ്ട്രി ക്രിയേറ്റ് ചെയ്യും. അതെന്താണെന്ന് അറിയത്തില്ല. അത് ഭയങ്കര ഒരു കണക്ഷൻ ആണ്. ആദ്യം ഡാൻസ് റീൽ ഇട്ടാണ് നമ്മള് ഒരു സ്റ്റെപ്പ് ഇട്ട് പോയിട്ട് ഒന്ന് സ്റ്റെപ്പ് വെറ്റിയാലും കൊള്ളായിരുന്നു. എന്തുവാണ് ചുമ്മാ ഇരുന്ന് ഇളിക്കണ്? എന്ത് പറഞ്ഞാലും ഇളിക്കണ്. എന്തുവാ ഇത്? ചുമ്മാ പറയണമെന്നും മനസ്സിലാവില്ല. ചുമ്മാ കീ കൊടുത്ത് വിട്ട പോലെ കടന്ന് വിളിക്ക് ചിരി. ഉത്തരവില്ലാത്തതുകൊണ്ട് ചിരി. അതിന് മാത്രം എന്ത് ചളുവാണ് അവിടെ അടിക്കുന്നത്? അതിന് മാത്രം എന്തെങ്കിലും കോമഡി പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. രണ്ടും കൂടി ചുമ്മാ ചിരിക്കണ്, വിളിക്കണ്, കാറണ്, ബഹളം, പോവാണ്, കരയാണ്. ഇതിനെയൊക്കെ സഹിക്കുന്ന മസ്താനിയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നു. മസ്താനിക്ക് ഇതൊക്കെ നേരിടേണ്ടി വന്നല്ലോ. ഈ ഒരു ഇന്റർവ്യൂ മസ്താനിയുടെ കയ്യിൽ തന്നല്ലോ ഒന്ന് പെട്ട്. അനുഭവിക്ക്. ഓക്കെ. അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും ഇപ്പൊ ഇൻസ്റ്റ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. അത് എന്ത് ഇപ്പൊ പൊട്ടാനും എല്ലാം ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ മില്യൺ അടിക്കും. അത് സഞ്ജുവിനെ തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി മാറ്റം വരുത്തുന്നില്ല. എന്ത് പൊട്ടത്തന്നെ ഇട്ട് കഴിഞ്ഞാലും മില്യൺ അടിക്കുന്നു. അതിപ്പോ അങ്ങനെയാണ്. ആൾക്കാർ കയറി നോക്കും, ഇവ എന്ത് കോപ്പാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, കോപ്രായങ്ങളുടെ പെരുമഴയാണല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കയറി നോക്കും. ഞാൻ ഉൾപ്പെടെ കയറി നോക്കുന്നുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് തന്നെ എന്ത് പൊട്ടത്തനം ഇട്ടാൽ കൂടി മില്യൺ എന്നുള്ളൊരു മനസ്സ് സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ഇത് തിരുത്താൻ നിൽക്കുന്നില്ല. ഗൈസ് എനിക്കെന്തോ എന്താ മിററും സ്വത്തും അങ്ങനെ എന്തായാലും ആക്ച്വലി സ്വത്ത് എന്നുള്ള വേർഡ് ഞങ്ങൾ കോമൺലി യൂസ് ചെയ്യണം. ഞാൻ അവിടെ വിളിക്കും, അവിടെ എന്നെ വിളിക്കും. ഞങ്ങൾ മിറർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല കാര്യങ്ങളും ഭയങ്കര സിമിലാരിറ്റിയാണ്. ചിലപ്പോൾ ചിന്താതി ആയിരിക്കും, ഈവൻ ടെലിപ്പതി വരെ വർക്ക് ചെയ്യും ചില സമയത്ത്. ആ ചുമ്മാ ഇപ്പൊ ഞാൻ ചില സംഭവം ആലോചിക്കുമ്പോൾ അവള് അത് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ വാക്കുകളൊക്കെ പറയും. നമ്മൾ മനസ്സിലുള്ള കാര്യം പറയത്തില്ല. ഇത് 1, 2, 3 ഒന്നും അല്ല. ഭയങ്കര വേറെ എന്തോ ഇവിടെ തള്ളുന്നതിൽ ഒരു പരിധി ഉണ്ടേ. വന്നിരുന്ന് തള്ളുന്നതില് ഭയങ്കര അവള് വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. മറ്റേ അതിനെന്തോ ഒരു പേരും പറയില്ല, ഞാൻ മറന്നുപോയി. ഇവൻ പിന്നെ സ്വത്ത്
പണ്ട് ഒരാളെ ബേബി ബേബി എന്നാ വിളിച്ചോണ്ടിരുന്ന, ഇപ്പൊ ബേബി എവിടെ എന്താ, ഇപ്പൊ സ്വത്ത്. നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ലടേ, നിന്നെയൊക്കെ ഇങ്ങനെ പറയുന്നതിന് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയാതിരിക്കും? നേരത്തെ ബേബി ഇപ്പൊ സ്വത്ത്, ഭയങ്കര ബോണ്ട് പോലും. എന്തായാലും നമ്മള് എല്ലാരും നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരും ഒബ്വിയസ്ലി. കമന്റ്സ് ഒക്കെ ഓൾറെഡി വരുമല്ലോ, നിങ്ങൾ തമ്മില് ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഡൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വാലന്റൈൻസ് ഡേ വരുന്നതും ഒരു പ്രപ്പോസ് ചെയ്യുന്നത്. ആക്ച്വലി ഉണ്ടല്ലോ, ഇത് ടു ബി ഹോണസ്റ്റ് ആ പ്രപ്പോസൽ ഭയങ്കര കിടുവായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരാളെ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. എന്തായാലും ക്രിയേറ്റ് ചെയ്ത സാധനമല്ലേ, വിചാരിച്ചതിൽ വലിയ കാര്യമൊന്നുമില്ല. നീ എന്തായാലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. നിനക്ക് വിചാരിക്കുന്നതിലും തള്ളി മറിക്കുന്നതിലൊന്നും ഒരു കുറവും വയ്ക്കാറില്ല. കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറവും വയ്ക്കാറില്ല. തള്ളാം ബെസ്റ്റാ. വന്നിട്ട് വാട്ടെ നേരത്തെ ഇത് മനസ്സിലാക്കാൻ എന്തോടെ നമ്മൾ ചോറും അരിയൊക്കെ തന്നെയാണ് തിന്നുന്നത്. കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ നീ ഇമാതിരി കോപ്പറായ തള്ളുകൾ തന്നെ, നീ അന്യായ തള്ളുകൾ തള്ളി, വീണ്ടും അതിനും തള്ളു. ഒരു മാറ്റം ഇല്ലല്ലോ ഇവിടെ. തള്ളിനൊന്നും ഒരു കുറവും ഇല്ലല്ലോ. ബാക്കിയൊക്കെ നിങ്ങൾ ആക്ച്വലി ഈ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നോ? സത്യം പറ. എങ്ങനെ? അതായത് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്തെ റിലേഷൻ? ഒരിക്കലും അല്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കായിരുന്നു, പക്ഷെ റിലേഷനിലേ അല്ലായിരുന്നു. അതൊരു കാലം. പണ്ട് ഈ പറയുന്ന നന്നൂസിന് ബർത്ത്ഡേക്ക് സഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടെന്നും സഞ്ജു ഫോൺ എടുത്തില്ലെന്നും സഞ്ജു ബർത്ത്ഡേ വിളിച്ച് വിഷ് ചെയ്തില്ലെന്നൊക്കെ നന്നൂസ് പറയുന്നുണ്ട്. അന്ന് നീതു ബേബിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ അതിലെന്തോ എനിക്കൊരു മിസ്സിങ് എനിക്ക് അടിച്ചായിരുന്നു ഉള്ള കാര്യം പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മസ്താൻ ഒരു ഒരു ഊക്കൽ ചോദ്യം എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു. ഇത് എത്ര നാൾ പോകുന്നു പ്രേക്ഷകർ ചോദിച്ചു എന്നുള്ള രീതിയിൽ അതിനവൻ അങ്ങ് വിരിവെട്ടി നിന്നായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. അയ്യോ ടെക്കി, എൻ്റെ ടെക്കി അണ്ണാ, ഒരു മാറ്റമില്ലല്ലോ ഇവിടെ. ഇത് കേൾക്കാം, ഈ നന്നൂസിന്റെ ബർത്ത്ഡേ 1 year ബിഫോർ. പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് അന്ന്, അതായത് November 18 എന്റെ ബർത്ത്ഡേ, അന്ന് ഞാനൊരു പാലക്കാട് ഷൂട്ട് ഫിലിമിന്റെ ഇതിന് വേണ്ടിട്ട് ഞാൻ പോയിക്കുമായിരുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സഞ്ജു എന്നെ വിളിക്കുന്നാണല്ലോ. അപ്പൊ അന്ന് ഫ്രണ്ട്ലി മൈൻഡ് ആണ്. ഓക്കെ, സഞ്ജു എന്നെ വിളിക്കും, എന്നെ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ 12 മണിയായിട്ടും സഞ്ജു വിളിക്കുന്നില്ല. ഒരു 12 എന്റെ ഫ്രണ്ട്സ് വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ കോളൊക്കെ കട്ട് ചെയ്തു, ബിക്കോസ് എനിക്ക് ഇവന്റെ കോളാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്റെ കൂടെ അമ്മ ഇരിക്കുന്നു, അമ്മ വിഷ് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ അവസാനം എനിക്കൊരു 12:05 12:10 ആയപ്പോ എനിക്ക് ദേഷ്യം കയറിയിട്ട് ഞാൻ ഒരു സൈഡിൽ പെട്രോൾ പമ്പിൽ അവിടെ നിർത്തിട്ട് അമ്മ 1 മിനിറ്റ് ഞാൻ ഇപ്പം വരാം, കാരണം വണ്ടിയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കാറിന്റെ പുറത്ത് പോയിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് സഞ്ജു, അപ്പൊ സ്വത്തൊന്നും ഇല്ല കേട്ടോ, സഞ്ജു ഇന്നലെ ബർത്ത്ഡേ വിഷ് ഓക്കെ ബൈ. ഇതില് ഒരു കാര്യം അങ്ങോട്ട് നന്നൂസ് നല്ല വ്യക്തമായിട്ട് വെണ്ടയ്ക്ക പോലെ പറയുന്നുണ്ട്. അന്ന് പറയുന്ന മറ്റവരുമായിട്ട് റിലേഷനിലായിരുന്നു, നീതുമായിട്ട് റിലേഷനിലായിരുന്ന ടൈമിൽ തന്നെ ഈ പറയുന്ന പോലെ നന്നൂഷിന്റെ ബർത്ത്ഡേക്ക് വിളിച്ച സമയത്ത് മനസ്സിലായില്ലേ, ഈ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ ഫ്രണ്ട്സും വിളിച്ചപ്പോൾ കട്ട് ചെയ്ത് വിട്ട് ഇവൻ എന്താ സ്പെഷ്യൽ, ഫ്രണ്ടാണ് അവൻ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ഫ്രണ്ട് അല്ലേ? അപ്പൊ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അത് വേണം വ്യക്തമായിട്ട് ഒന്നുകൂടി അത്രയും കേട്ടോ. പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് അന്ന്, അതായത് November 18 എന്റെ ബർത്ത്ഡേ, അന്ന് ഞാനൊരു പാലക്കാട് ഷൂട്ട് ഫിലിമിന്റെ ഇതിന് വേണ്ടിട്ട് ഞാൻ പോയിക്കുമായിരുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സഞ്ജു എന്നെ വിളിക്കുന്നാണല്ലോ. അപ്പൊ അന്ന് ഫ്രണ്ട്ലി മൈൻഡ് ആണ്. ഓക്കെ, സഞ്ജു എന്നെ വിളിക്കും, എന്നെ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ 12 മണിയായിട്ടും സഞ്ജു വിളിക്കുന്നില്ല. ഒരു 12 എന്റെ ഫ്രണ്ട്സ് വിളിക്കാൻ തുടങ്ങി. ഞാൻ ആ കോളൊക്കെ കട്ട്. അന്ന് ഫ്രണ്ട്ലി മൈൻഡ് ആണ്, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവരെല്ലാം വിളിക്കാൻ തുടങ്ങി, കോള് കട്ട് ചെയ്ത് വിട്ട്. അപ്പോൾ എന്ത് ഫ്രണ്ട്ലി ആടേ മൈൻഡ്? അപ്പോൾ ആ കൂട്ടത്തിലല്ലേ ഇവനും പെടും, ഫ്രണ്ട്ലി മൈൻഡ് ആണെങ്കിൽ. അതെന്താ ഇവൻ്റെ കോള് മാത്രം സ്പെഷ്യലായി? സാധാരണ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കോള് സ്പെഷ്യലായിട്ട് നമ്മൾ എടുക്കാറില്ല, എൻ്റെ ചരിത്രത്തിലില്ല. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ. നമ്മളെ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും, അതിൽ ഒരാൾക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കാറില്ല. ആ ഫ്രണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ടാണ്, അവൻ വിളിച്ചാലേ അല്ലെ അവൾ വിളിച്ചാലേ ഞാൻ കോൾ എടുക്കത്തുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റൊന്നും നമുക്കില്ല. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ആ ഒരു ഒറ്റ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല. എൻ്റെ ടെക്കി എണ്ണ കലക്കുകയാണല്ലോ. പിന്നെ ഇവൻ കുറേ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഗൈസ് ഒരു പ്രാവശ്യം ലൈഫിൽ ജിൽസ് അടിക്കും, അസൂയപ്പെടും, കുശുമ്പപ്പെടുമോ എന്നൊക്കെ.
ഇവന്റെ ഒരു ഉണക്ക പ്രപ്പോസൽ ഇവൻ ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അസൂയ കുശുമ്പോ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയണം. സ്വത്തെ ഞാൻ തന്നോടൊരു കാര്യം പറയാൻ പോവാം. ഞാൻ തന്നെ കണ്ടത് വെച്ചിട്ട് തന്നെ എന്റെ ലൈഫിൽ ഇത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും അതിൽ തന്നെ ഒരേപോലെ ഞാൻ എന്ത് വിചാരിക്കുന്നു അതൊക്കെ തനിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല. തന്റെ മനസ്സിൽ അത് തന്നെ വരും. ആ ഒരു വൈബ്രന്റ് കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ആയിട്ടും എനിക്ക് എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ എന്നെ ഭയങ്കര സൂപ്പറായിട്ടാണ് നീ ടേക്ക് കെയർ ചെയ്യണത്. എനിക്ക് ചില സമയത്ത് ഞാനൊരു ബേബി ആണെന്ന് വരെ എനിക്ക് തോന്നിപ്പോ എന്നെ ടേക്ക് കെയർ ചെയ്യണത്. ഫോൺ വേണ്ട എനിക്ക്. ഇവന്റെ പ്രപ്പോസൽ ഇത് കണ്ടിട്ടാണ് നമ്മൾ അസൂയപ്പെടാൻ കുശുമ്പപ്പെടാൻ പോണെന്ന് ഇവൻ പറഞ്ഞത്. അവന്റെ ജലിസ് അടിക്കുന്നു. ജലിസ് ആരടിച്ചു അവസ്ഥ ഇതൊക്കെ കണ്ടിട്ട് ചിരിയടാ പറഞ്ഞ ചിരി. എടാ നീ കോമഡിയാ വേണത്, നീ കോമഡിയാ വേണത്. നീ വണ്ടവിടായപ്പാടാ വീണ്ടും ആൾക്കാരെ. എന്തായാലും വെറൈറ്റി മീഡിയയിൽ വന്നിട്ട് ഊക്ക് വീണ്ടും വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിൽ മസ്താനി ഒരു 1.5 ഊക്ക് അടിച്ച് ഒരു കമന്റ് അടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും കൺഗ്രാറ്റുലേഷൻ മസ്താനി, പൊളിച്ചടി. എന്തായാലും സഞ്ജു, നീ വീണ്ടും വീണ്ടും പൊട്ടറാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ മുമ്പിൽ നീ വീണ്ടും വീണ്ടും മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജെലിസും അവൻ്റെ കൊലുസും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. ഇവൻ പണ്ടവിടായി പാടാം. ഓക്കെ, ബൈ.